നമസ്കാരം. പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലം സ്വദേശിനിയായ +1 വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ. കല്ലേക്കാട് വ്യാസവിദ്യാപീഠത്തിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സ്കൂൾ ഹോസ്റ്റലിൽ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തത് പോലീസിന്റെയും സ്കൂൾ മാനേജ്മെന്റിന്റെയും വീഴ്ച മൂലമെന്ന് കോൺഗ്രസ്. പാലക്കാട് നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് മാർച്ച്. മരിച്ച രുദ്ര രാജേഷിന് കണ്ണീരോടെ നാടിന്റെ യാത്രാമൊഴി. മന്ത്രി കെ കൃഷ്ണൻകുട്ടി വാഗ്ദാനം ചെയ്ത ആധുനിക നീന്തൽക്കുളവും മൈതാനവും യാഥാർത്ഥ്യമായില്ല. വാഗ്ദാന ലംഘനത്തിനെതിരെ ചിറ്റൂരിൽ KSUവിന്റെ നിരാഹാര സമരം 4ാം ദിനം പിന്നിട്ടു. കായിക രംഗത്ത് മികവ് പുലർത്തുന്ന ചിറ്റൂർ ഗവൺമെന്റ് കോളേജിന് മന്ത്രി നീന്തൽക്കുളവും മൈതാനവും വാഗ്ദാനം ചെയ്തത് 8 വർഷം മുമ്പ്. ദേശാടന കിളികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയായി ഒറ്റപ്പാലം മായനൂർ പാലത്തിന് സമീപം ഭാരതപ്പുഴയിലെ പുൽക്കാടുകളിൽ വീണ്ടും തീപിടുത്തം. ദേശാടന പക്ഷികൾ വിരുന്നെത്തി മുട്ടയിട്ട് അടയിരിക്കുന്നത് ഈ പുൽക്കാടുകളിൽ. വേനൽ ആരംഭത്തിൽ തന്നെ തീപിടുത്തം വ്യാപകമായ സാഹചര്യത്തിൽ ജാഗ്രതയോടെ അഗ്നിരക്ഷാസേന. ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റോഡ് നവീകരണത്തിലെ മന്ദഗതിക്കെതിരെ മുസ്ലിം ലീഗ്. അനങ്ങനടി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാലയും മഞ്ചൽ സമരവും. യുദ്ധകാലാടിസ്ഥാനത്തിൽ റോഡ് നവീകരണം പൂർത്തിയാക്കി യാത്രാ ദുരിതം പരിഹരിക്കണമെന്ന് നേതാക്കൾ. ആശങ്കയായി ഓലകരിച്ചിൽ. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ ഏക്കർ കണക്കിന് നെൽകൃഷി നാശഭീഷണിയിൽ. രോഗം പടരുന്നത് തടയാനാകാതെ കർഷകർ. ഒറ്റപ്പാലം കയറമ്പാറയിൽ വീടിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് കവർച്ച. വയോധികയുടെ സ്വർണ്ണമാല കവർന്നു. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ നിയന്ത്രണം വിട്ട ടാങ്കർ ലോറി 5 വാഹനങ്ങൾ ഇടിച്ച് തകർത്തു. ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ്. വാർത്തകൾ വിശദമായി. കല്ലേക്കാട് വ്യാസവിദ്യാപീഠത്തിലെ +1 വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികളെ മാനേജ്മെന്റ് സംരക്ഷിക്കുകയാണെന്നാരോപിച്ച് വിദ്യാലയത്തിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ജലപീരങ്കി പ്രയോഗിച്ചിട്ടും സമരക്കാർ പിരിഞ്ഞുപോകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. 2 ദിവസം മുമ്പാണ് വ്യാസവിദ്യാപീഠത്തിലെ +1 വിദ്യാർത്ഥിനി രുദ്ര രാജേഷിനെ ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രുദ്രയുടെ മരണത്തിന് പിന്നാലെ സീനിയർ വിദ്യാർത്ഥികളിൽ നിന്നും രുദ്രയ്ക്ക് ക്രൂരമായ റാഗിംഗ് നേരിടേണ്ടി വന്നിരുന്നതായി രക്ഷിതാക്കൾ വെളിപ്പെടുത്തിയിരുന്നു. വിദ്യാർത്ഥിനിയുടെ ദുരനുഭവം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കൾ 20-ന് മുഖ്യമന്ത്രി, പോലീസ്, സ്കൂൾ അധികൃതർക്ക് പരാതിയും നൽകി. രക്ഷിതാക്കൾ നൽകിയ പരാതി അവഗണിച്ചതാണ് ആത്മഹത്യക്കിടയാക്കിയതെന്ന് SFI ആരോപിച്ചു. സംഭവം നടന്ന് 2 ദിവസം കഴിഞ്ഞിട്ടും രുദ്രയെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ച സീനിയർ വിദ്യാർത്ഥിനികൾക്കെതിരെ നടപടിയെടുക്കാൻ സ്കൂൾ അധികൃതരോ പോലീസോ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് SFI മാർച്ച് നടത്തിയത്. മാർച്ചിന്റെ ഭാഗമായി വിദ്യാലയത്തിന് കനത്ത പോലീസ് സുരക്ഷയൊരുക്കിയിരുന്നു. സ്കൂളിലേക്ക് തള്ളിക്കയറാൻ SFI പ്രവർത്തകർ ശ്രമിച്ചെങ്കിലും പോലീസ് ബാരിക്കേഡ് വെച്ചും വടം കെട്ടിയും തടഞ്ഞു. മാർച്ച് SFI ജില്ലാ സെക്രട്ടറി വിപിൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അഭിഷേക സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പോലീസും സ്കൂൾ അധികൃതരും ചേർന്ന് വരുത്തിവെച്ചതാണ് കല്ലേക്കാട് വ്യാസവിദ്യാപീഠം സ്കൂളിലെ +1 വിദ്യാർത്ഥിനി രുദ്രയുടെ ആത്മഹത്യയെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. രുദ്രയുടെ ആത്മഹത്യയ്ക്ക് കാരണക്കാരായവരെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു A. തങ്കപ്പൻ. ബോംബിനെ പന്നിപ്പടക്കമാക്കാൻ ശേഷിയുള്ള പോലീസിന്റെ അന്വേഷണത്തിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടില്ലെന്നും A. തങ്കപ്പൻ ആരോപിച്ചു. ദുരൂഹതകൾ നിറഞ്ഞ നിലയിലാണ് വ്യാസവിദ്യാപീഠത്തിന്റെ പ്രവർത്തനം. മകൾക്ക് നേരെയുണ്ടായ അതിക്രമത്തിനും ഭീഷണിക്കും നേരെ രക്ഷിതാക്കൾ കഴിഞ്ഞ 20-ന് പോലീസ്, സ്കൂൾ അധികൃതർ, മുഖ്യമന്ത്രി എന്നിവർക്ക് പരാതി നൽകിയിരുന്നു. രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ അന്വേഷണം നടന്നിരുന്നെങ്കിൽ മുദ്രയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുമായിരുന്നില്ല. സീനിയർ വിദ്യാർത്ഥികളുടെ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾക്ക് സ്കൂൾ അധികൃതർ കൂട്ടുനിൽക്കുകയായിരുന്നു. എന്തും ഒതുക്കി തീർക്കാൻ കരുത്തുള്ള സ്കൂൾ അധികൃതർക്ക് കുടപിടിക്കുന്ന സമീപനമാണ് പോലീസ് സ്വീകരിച്ചതെന്നും A. തങ്കപ്പൻ പറഞ്ഞു. ആ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്ന സ്ഥലങ്ങളിൽ പോലും പല വിധത്തിലുള്ള പീഡനങ്ങളും റാഗിങ്ങുകളും നടക്കുന്ന അന്തരീക്ഷമാണ് മിക്ക വിദ്യാലയത്തിലുള്ളത്. അത് പലപ്പോഴും
ഇതിൽ ഞാൻ അറിയാൻ കഴിഞ്ഞ ആ കുട്ടിയുടെ അച്ഛൻ പറയുന്നത് കേട്ടത്, ഇതിനെക്കുറിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പരാതി കൊടുത്തു, ബന്ധപ്പെട്ട സ്കൂൾ അധികൃതർക്ക് പരാതി കൊടുത്തു, എന്നിട്ടും അതിന് പരിഹാരം കാണുകയാണെങ്കിൽ ഈ കുട്ടിയുടെ ആത്മഹത്യ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. അപ്പൊ ആർക്കാണ് ഇത് വീഴ്ച സംഭവിച്ചത്? ഇങ്ങനെ സംഭവിച്ചിട്ടുള്ള ആ കുട്ടിയുടെ ആത്മഹത്യക്ക് കാരണക്കാരാര്, അവരെ കണ്ടുപിടിച്ച് ശിക്ഷിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഈ മാർച്ചിലുള്ളത്. അത് മൂടിവെക്കാതെ, ആരെങ്കിലും സംരക്ഷിക്കാൻ ശ്രമിക്കാതെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ക്രിയാത്മകമായ ഇടപെടൽ വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ മാർച്ച്. അത് 100% ചെയ്യണം എന്ന് മാത്രം പറഞ്ഞു. ഇവിടെ മാത്രമല്ല, ഇന്ന് കേരളത്തിൽ തന്നെ ഏത് വിദ്യാലയം, കോളേജ്, സ്കൂൾ പോയിട്ട് വരാൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ് അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ, UDF കൺവീനർ P ബാലഗോപാൽ, കൗൺസിലർമാരായ മോഹൻ ബാബു, പ്രദീപ, C ഭവദാസ്, സുധാകരൻ പ്ലക്കാട്ട്, ഹരിദാസ് മച്ചിങ്ങൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കല്ലേക്കാട് സ്കൂൾ ഹോസ്റ്റലിൽ ആത്മഹത്യ ചെയ്ത +1 വിദ്യാർത്ഥിനി രുദ്രയുടെ മൃതദേഹം സംസ്കരിച്ചു. ബുധനാഴ്ച വൈകിട്ടാണ് ഒറ്റപ്പാലം സ്വദേശിനിയായ വിദ്യാർത്ഥിയെ വ്യാസവിദ്യാപീഠം സ്കൂൾ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഒറ്റപ്പാലം വരോട് താണിയിലെ വീട്ടിൽ വെള്ളിയാഴ്ചയാണ് എത്തിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിച്ച മൃതദേഹം വൈകിട്ടോടെയാണ് സംസ്കരിച്ചത്. സീനിയർ വിദ്യാർത്ഥികളുടെ റാഗിംഗ് മൂലമാണ് രുദ്ര ആത്മഹത്യ ചെയ്തതെന്ന് അച്ഛൻ KT രാജേഷ് നേരത്തെ ആരോപിച്ചിരുന്നു. മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് രുദ്ര അച്ഛനെ വിളിച്ച് ഹോസ്റ്റലിൽ റാഗിംഗ് ആണെന്നും ഇവിടെ ഭയമാണെന്നും അറിയിച്ചിരുന്നു. മകൾ പറഞ്ഞ കാര്യം വാർഡനെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഇവിടെ അത്തരമൊരു പ്രശ്നമില്ലെന്നാണത്രേ വാർഡന്റെ മറുപടി ഉണ്ടായത്. ആത്മഹത്യ ചെയ്ത ദിവസം പകൽ രുദ്ര അച്ഛനെ വിളിച്ചിരുന്നു. പിന്നീട് ഇക്കാര്യം ധരിപ്പിക്കാൻ ഫോൺ ചെയ്തപ്പോൾ മാനേജ്മെന്റോ വാർഡനോ ഫോൺ എടുത്തില്ലെന്ന് രാജേഷ് സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച വീഡിയോയിലുണ്ട്. ലൈവിൽ വരണം ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷിച്ചതല്ല. പക്ഷേ അതിനുള്ള കാരണങ്ങൾ ഉണ്ടാവുകൊണ്ടാണ്. എൻ്റെ മോളുടെ സൂസൈഡ് അറ്റൻഡ് ആയിട്ടുള്ള സംബന്ധമായിട്ടുള്ള കാര്യം നിങ്ങളറിയാൻ വേണ്ടിയിട്ടാണ്. മിഞ്ഞാന്ന് എന്നോട് മോള് അത്രയും സിറ്റുവേഷൻ മോശമുണ്ട് എന്നോട് വിളിച്ചു പറഞ്ഞു, അച്ഛാ ഇവിടെ ഭയങ്കര റാഗിങ് ആണ്. ഹോസ്റ്റൽ വാർഡനോട് പറഞ്ഞു, അവർ ആ സ്റ്റുഡൻറ്റിനോട് പറയുക കാര്യങ്ങൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഒന്നും സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെയും ഉണ്ടായപ്പോൾ പിന്നെയും പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനെ വിളിച്ചു. വൈഫിനോട് ചോദിച്ചു, പറഞ്ഞെന്ന് പറഞ്ഞു. എൻ്റെ വൈഫിനോട് ഞാൻ പറഞ്ഞു, മോർണിംഗ് കോൺഫറൻസിലിട്ട് സംസാരിച്ചതിന് ശേഷം ഞാൻ ഹോസ്റ്റൽ വാർഡനോട് സംസാരിച്ചു. എന്താ പ്രശ്നം ചോദിച്ചു. അവിടെ അല്ല ഒന്നുമില്ല, ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ മോള് പിന്നെ എന്താണ് ഇവിടെ പറയുന്നത്, റാഗിങ് ചെയ്യുന്നുണ്ട്, അവൾ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് മുട്ടിക്കുന്നുണ്ട് കാര്യങ്ങളെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇവർക്ക് ഈ ഹോസ്റ്റലിൽ നോക്കാൻ വയ്യില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്? ഒരു കാര്യങ്ങളൊന്നും വിളിച്ചു പറഞ്ഞാൽ ചില ഞാൻ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വിളിച്ച ഹിസ്റ്ററീസ് കാണിച്ചു തരാം. ഇന്ന് വിളിച്ചു, ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് വിളിച്ചു, കുഴപ്പമൊന്നുമില്ല, മോൾക്ക് വെച്ചപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഇവര് കുറേ വട്ടം വിളിച്ചാലാണ് അങ്ങോട്ട് ഈ പ്രവാസികൾ വാട്സപ്പൊക്കെ വിളിക്കാൻ പറ്റൂ. കുറേ വട്ടം വിളിച്ചാലും എടുക്കില്ല. മാനേജ്മെന്റ് ഏത് നമ്പറിൽ വിളിച്ചാലും കിട്ടില്ല. അവരെ ഡയറക്റ്റ് ഏത് വെബ്സൈറ്റിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ല അവരെ. പാലക്കാട് വ്യാസവിദ്യാപീഠം സ്കൂൾ മാനേജ്മെന്റിന്റെ നടപടിയെ നിയമപരമായി നേരിടുമെന്നും കുറ്റം ചെയ്തവർക്ക് തക്കതായ ശിക്ഷ ഉറപ്പുവരുത്തുമെന്നും രാജേഷ് പറഞ്ഞു. ബുധനാഴ്ച രാത്രിയാണ് പാലക്കാട് വ്യാസവിദ്യാപീഠം സ്കൂളിലെ +1 വിദ്യാർത്ഥി രുദ്രയെ ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോളണ്ടിൽ ജോലി ചെയ്യുന്ന വരോട് അത്താണി പുതിയ കോവിലകത്ത് KT രാജേഷിന്റെയും പനമണ്ണ ശ്രീ ശങ്കരനാരായണസ്വാമി ക്ഷേത്രം ജീവനക്കാരി ശ്രീജയുടെയും മകളാണ് രുദ്ര. സഹോദരൻ ഋഷിക്ക്. രുദ്രയ്ക്ക് കണ്ണീരോടെയാണ് നാട് യാത്രാമൊഴിയേകിയത്. അതേസമയം സീനിയർ വിദ്യാർത്ഥികളിൽ നിന്ന് യാതൊരു തരത്തിലുള്ള റാഗിങ്ങും ഉണ്ടായിട്ടില്ലെന്നും മറ്റെന്തെങ്കിലും വിഷയമായിരിക്കാം മരണത്തിന് കാരണമെന്നുമാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മന്ത്രി K കൃഷ്ണൻകുട്ടി ഉറപ്പു നൽകിയ നീന്തൽക്കുളവും മൈതാനവും യാഥാർത്ഥ്യമായില്ല. ചിറ്റൂരിൽ 4 ദിവസം പിന്നിട്ട് KSUവിന്റെ നിരാഹാര സമരം. ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ നീന്തൽക്കുളവും മൈതാനവും ഒരുക്കുമെന്ന് 8 വർഷം മുമ്പാണ് മന്ത്രി വാഗ്ദാനം നൽകിയത്. 8 വർഷം മുമ്പാണ് കലാകായിക മത്സരങ്ങളിൽ മികവ് പുലർത്തുന്ന ചിറ്റൂർ ഗവൺമെന്റ് കോളേജിന് നീന്തൽ പരിശീലനത്തിനാവശ്യമായ ആധുനിക സൗകര്യങ്ങളോടെയുള്ള നീന്തൽക്കുളവും സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടുന്ന വിവിധ കായിക മത്സരങ്ങൾക്ക് അനുയോജ്യമായ ഗ്രൗണ്ടും മന്ത്രി വാഗ്ദാനം ചെയ്തത്.
നീന്തൽക്കുളവും സിന്തറ്റിക് ട്രാക്ക് നിർമ്മാണവും സ്പോർട്സ് കേരള ഏറ്റെടുക്കുമെന്ന ഉറപ്പിലും വ്യക്തതയില്ല. വിവിധ പൊതുവേദികളിൽ ചിറ്റൂർ നിയോജകമണ്ഡലം MLA കൂടിയായ മന്ത്രി കെ കൃഷ്ണൻകുട്ടി വാഗ്ദാനം ആവർത്തിക്കുകയും ചെയ്തിരുന്നു. 17 കോടി ചെലവിൽ ആധുനിക സൗകര്യങ്ങളോടെ നീന്തൽക്കുളവും മൈതാനവും നിർമ്മിക്കുമെന്നായിരുന്നു 2017 മന്ത്രിയുടെ വാഗ്ദാനം. നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചെങ്കിലും ഫണ്ട് ലഭ്യമാകാതെ വന്നതോടെ കുളവും മൈതാനവും ഒരു തരത്തിലും ഉപയോഗിക്കാൻ കഴിയാതെയായി. വാഗ്ദാനം നൽകി വർഷങ്ങൾ കഴിഞ്ഞിട്ടും പദ്ധതി യാഥാർത്ഥ്യമാകാതെ വന്നതോടെയാണ് KSU സമരരംഗത്തിറങ്ങിയത്. KSU വൈസ് പ്രസിഡന്റ് ബാദുഷയാണ് നിരാഹാര സമരം ആരംഭിച്ചത്. വിദ്യാർത്ഥി സമരത്തിന് കോൺഗ്രസിൻ്റെയും പിന്തുണയുണ്ട്. പദ്ധതിക്ക് ആവശ്യമായ ഫണ്ട് വകയിരുത്തി എത്രയും വേഗം പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന് ഉറപ്പു നൽകണമെന്ന് DCC വൈസ് പ്രസിഡന്റും ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർമാനുമായ അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ ആവശ്യപ്പെട്ടു. 2017 ചിറ്റൂർ ഗവൺമെന്റ് കോളേജിനകത്ത് മന്ത്രി ശ്രീ കൃഷ്ണൻകുട്ടി അവർ പ്രത്യേക താൽപര്യമെടുത്ത് നിർമ്മിച്ച ഒരു സ്വിമ്മിംഗ് പൂളാണ്. ഇവിടെ 17 കോടി രൂപയുടെ വലിയ പദ്ധതിയാണ് അന്ന് ആസൂത്രണം ചെയ്ത് എന്നാണ് മന്ത്രി പറഞ്ഞത്. അതിലെ ആദ്യത്തെ വർക്കായിരുന്നു ഈ സ്വിമ്മിംഗ് പൂൾ. ഇതുപോലെ ഒരു ഗ്രൗണ്ടും ഇവിടെ സിന്തറ്റിക് ട്രാക്ക് ആക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. 2017 കഴിഞ്ഞ് 9 വർഷം പൂർത്തിയാകുമ്പോൾ ആ സ്വിമ്മിംഗ് പൂളിന്റെ ഒരു അവസ്ഥയാണ്. ഗ്രൗണ്ടിന്റെ അവസ്ഥയും വ്യത്യസ്തമല്ല. ഇതിന് പരിഹാരം കാണാൻ വേണ്ടി KSUവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ബാദുഷ കഴിഞ്ഞ 4 ദിവസമായി ഇവിടെ നിരാഹാരം അനുഷ്ഠിക്കുകയാണ് ചിറ്റൂർ ഗവൺമെന്റ് കോളേജ്. പക്ഷേ ഇതിന് ഇപ്പോഴും സ്പോർട്സ് കേരള ഇത് ഏറ്റെടുത്തു എന്ന് വാക്കാൽ പറയല്ലാതെ ഒരു ഉത്തരവും മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല, സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല. ഇത് പരിഹാരം കാണുന്നതുവരെ KSU സമരത്തിലുണ്ടാവും. KSUവിന് പരിപൂർണ പിന്തുണയുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഈ സമരത്തിന് പിന്തുണയുമായിട്ടുണ്ടാവും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം മായനൂർ പാലത്തിന് സമീപം ഭാരതപ്പുഴയിലെ പുൽക്കാടുകളിൽ വീണ്ടും തീപിടുത്തം. പാലത്തിന്റെ ഇടതുഭാഗത്താണ് വെള്ളിയാഴ്ച തീ പടർന്നത്. പുഴയിലെ തീപിടുത്തം ദേശാടന കിളികളുൾപ്പെടെ വൻ ഭീഷണിയാണ്. മണൽത്തിട്ടകളിൽ ഉണങ്ങി നിന്നിരുന്ന പുൽക്കാടുകളിലൂടെയും ആറ്റുവഞ്ചിച്ചെടികളിലൂടെയുമാണ് തീ കത്തിപ്പടർന്നത്. കിഴക്ക് ഭാഗത്തു നിന്ന് കത്തിത്തുടങ്ങിയ തീ വടക്ക് ഭാഗത്ത് മായനൂർ പാലത്തിന് സമീപം വരെ എത്തി. ഏകദേശം 1.5 ഏക്കർ സ്ഥലമാണ് കത്തി നശിച്ചത്. ആറ്റുവഞ്ഞികൾ പൂത്തു പടർന്ന് നിൽക്കുന്നതിനാൽ തീ ഇടയ്ക്കിടെ ആളിക്കത്തി മറ്റു ഭാഗങ്ങളിലേക്ക് വേഗത്തിൽ പടരുകയായിരുന്നു. ആരെങ്കിലും മനഃപൂർവ്വം തീയിട്ടതാണെന്ന് സംശയിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ പാലത്തിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിരമായി പടരാറുള്ള ഭാഗത്തും തീപിടുത്തമുണ്ടായിരുന്നു. 6 വർഷത്തിലേറെയായി വേനൽക്കാലമായാൽ പുഴ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നമാണിത്. കഴിഞ്ഞ ബുധനാഴ്ചയും തീ പടർന്നിരുന്നു. ദേശാടന പക്ഷികൾ വിരുന്നെത്തുന്ന മാസങ്ങളാണിത്. അപൂർവമായി കാണപ്പെടുന്ന പക്ഷികൾ മുട്ടയിട്ട് അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത് ഭാരതപ്പുഴയിലെ പുൽക്കാടുകളിലാണ്. നീരൊഴുക്ക് കുറഞ്ഞ പുഴയിൽ നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലാണ് ദേശാടന കിളികൾ എത്താറുള്ളത്. 2022 പുഴയിലെത്തുന്ന കിളികളെ സംരക്ഷിക്കുന്ന ജൈവവേലി പദ്ധതി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇത് നടപ്പായില്ല. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വേനൽക്കാലങ്ങളിൽ തീപിടുത്തങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം കണക്കിലെടുത്ത് ആവശ്യമായ മുൻകരുതലും ജാഗ്രതയുമായി ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗം. ഇത്തവണ വേനലിൽ ചൂടിന്റെ കാഠിന്യം കൂടുതലാകുമെന്നാണ് അറിയുന്നത്. അനാവശ്യമായി തീയിടുന്ന പ്രവണതകൾ കണ്ടുവരുന്നുണ്ടെന്നും അത്തരം പ്രവണതകൾ ഒഴിവാക്കണമെന്നും അഗ്നിരക്ഷാ വിഭാഗം അധികൃതർ പറഞ്ഞു. വേനലിൽ ചെറുതും വലുതുമായ തീപിടുത്തങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് മുൻകരുതൽ എന്ന നിലയ്ക്ക് കൂടുതൽ ജാഗ്രത വേണമെന്ന ആവശ്യകത ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗം അധികൃതർ നൽകുന്നത്. ഇത്തവണ വേനലിൽ ചൂടിന് കാഠിന്യം കൂടുതലുണ്ടാകുമെന്നാണ് അറിയുന്നത്. ഷൊർണൂരിലെ അഗ്നിരക്ഷാ സേനാ വിഭാഗം ഓഫീസിലേക്ക് ഇത്തവണ വേനലിലെ പ്രാരംഭത്തിൽ തന്നെ 25ഓളം കോളുകൾ തീപിടുത്തവുമായി വന്നിട്ടുണ്ട്. സുരക്ഷയുടെ ഭാഗമായി അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ്: വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. അനാവശ്യമായി തീ ഇടുന്ന പ്രവണതകൾ കണ്ടുവരാറുണ്ട്. ഇത്തരം സംഭവങ്ങൾ പരമാവധി ഒഴിവാക്കണമെന്ന് സ്റ്റേഷൻ ഓഫീസർ AK ഗോവിന്ദൻകുട്ടി STV ന്യൂസിനോട് പറഞ്ഞു. വീട്ടുവളപ്പിലും പറമ്പുകളിലും ഉണങ്ങിയ ചപ്പുകളും മറ്റും തീ ഇടുകയാണെങ്കിൽ തന്നെ രാവിലെ 6 മണി സമയങ്ങളിൽ ആവാമെന്നും അധികൃതർ പറയുന്നു. വേനൽ തുടങ്ങി ഇപ്പോൾ തന്നെ തീപിടുത്തവും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഒരു 26 തീപിടുത്തം 26 കോളുകളായിട്ടുണ്ട്. ഈ വേനൽക്കാലം ഒന്നുകൂടി നല്ല സ്ട്രോങ് ആവുന്നതാണ് കേൾക്കുന്നത്, ശക്തി കൂടുന്നതാണ് കേൾക്കുന്നത്. അപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും
അവരവരുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. ഒപ്പം തന്നെ അനാവശ്യമായി തീയിടുന്ന ഒരു പ്രവണതയുണ്ട്, അത് ആവുന്നത് ഒഴിവാക്കാൻ നോക്കുക. ഇനി അങ്ങനെ തീയിടുന്നുണ്ടെങ്കിൽ നമ്മുടെ കരിയിലകളും വേസ്റ്റൊക്കെ കൂട്ടി കത്തിക്കണമെങ്കിൽ അതിരാവിലെ അത് കുറച്ച് വെള്ളം എല്ലാം സജ്ജീകരിച്ച ശേഷം മാത്രം തീ കൊളുത്തുക. അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരങ്ങളിൽ, പക്ഷെ അതെന്തായാലും പടരാതെ അത്രയും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പടരരുത്. പിന്നെ ഒരേ സമയം തന്നെ നമുക്ക് ഈ ഉച്ച സമയങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒരേ സമയം 4 കോളുകളൊക്കെ വരുന്നുണ്ട്. ഈ ഇത്രയും സ്ഥലത്തേക്ക് ഒരേ സമയം പോകാനുള്ള നമുക്ക് അത്രയും സ്റ്റാഫുകൾ വാഹനങ്ങൾ അത്രയും ഒരേ സമയം 4 എണ്ണമൊക്കെ വരുമ്പോൾ നമ്മളാകെ ബുദ്ധിമുട്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഈ തീയിടുമ്പോൾ അത് ഇടുന്നവർ തന്നെ അത് ആവുന്നതും പടരാതെ, സമീപ പ്രദേശങ്ങളിൽ പടരാതെ ശ്രദ്ധിക്കുക. ഒരേ സമയം ഒന്നിൽ കൂടുതൽ കോളുകൾ വന്നാൽ ഉൾപ്രദേശങ്ങളിലേക്ക് എത്തിപ്പെടാൻ പരിമിതമായ സ്റ്റാഫുകൾ മാത്രമേ ഉള്ളൂവെന്നും അധികൃതർ സൂചിപ്പിക്കുന്നുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം കയറംപാറയിൽ വീടിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടന്ന മോഷ്ടാവ് വയോധികയുടെ സ്വർണ്ണമാല കവർന്നു. കയറംപാറ കുന്നത്ത് വീട്ടിൽ പാഞ്ചാലിയുടെ 1 പവൻ സ്വർണ്ണമാലയാണ് കവർന്നത്. ഒരു 3 മണിക്ക് എന്താ ശബ്ദം കേട്ടു. ഞങ്ങളപ്പോൾ കാട്ടുപന്നിയുടെ ശബ്ദമാണ് തൊടി കൂടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞങ്ങൾ ലൈറ്റൊക്കെ ഇട്ട് 2 പുറത്തും ലൈറ്റൊക്കെ ഇട്ട് നോക്കിയിരുന്നപ്പോൾ ഒന്നും കണ്ടില്ല. പിന്നെ കുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരാളുടെ നിഴലാട്ടം കണ്ടു. അയാളത് കാണലും വന്ന് വാതിൽ ചവിട്ടി പൊളിച്ച് ഉള്ളിൽ കയറി എൻ്റെ കഴുത്തിലത്തെ പൊട്ടിച്ചിട്ട് അയാൾ ഓടി. പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ ഓടാമ്പൽ നീക്കി വാതിൽ ചവിട്ടി പൊളിക്കുകയായിരുന്നു. മുൻവശത്തെ മുറിയിലാണ് പാഞ്ചാലി കിടന്നിരുന്നത്. തൊട്ടടുത്ത മുറിയിൽ കിടന്നുറങ്ങിയിരുന്ന മകൾ ഓടിയെത്തിയപ്പോഴേക്കും മോഷ്ടാവ് രക്ഷപ്പെട്ടു. മാലയുടെ ചെറിയ ഒരു ഭാഗം വീട്ടിൽ നിന്ന് കണ്ടെത്തി. വീടിന്റെ ഓട് ഇളക്കി അകത്ത് കടക്കാൻ ശ്രമിച്ചുവെങ്കിലും നടക്കാതെ വന്നതോടെയാണ് വാതിൽ ചവിട്ടി പൊളിച്ചതെന്ന് കരുതുന്നു. ഒറ്റപ്പാലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കുളപ്പുള്ളിയിലെ ഫ്രൂട്ട്സ് കട കത്തിനശിച്ച സാഹചര്യത്തിൽ ഉടമയ്ക്ക് സഹായഹസ്തവുമായി വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU. സ്ഥാപന ഉടമ മമ്മിക്ക് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി സ്വരൂപിച്ച തുക കൈമാറി. ഇക്കഴിഞ്ഞ ഞായറാഴ്ച അർദ്ധരാത്രിയാണ് കുളപ്പുള്ളിയിലെ സിംകോ കമ്പനിക്ക് സമീപമുള്ള ഫ്രൂട്ട്സ് കട പൂർണ്ണമായി കത്തി നശിച്ചത്. മമ്മി എന്ന ആളുടെ വഴിയോരത്ത് പ്രവർത്തിക്കുന്ന ഷെഡാണ് കത്തിയത്. ഈ സാഹചര്യത്തിൽ ഉടമയുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഹരിക്കുക, സ്ഥാപനം പുനരാരംഭിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി സഹായവുമായി രംഗത്തെത്തിയത്. യൂണിയനിലെ തൊഴിലാളികൾ സ്വരൂപിച്ച തുക CPM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറിയും CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ S. കൃഷ്ണദാസ് ഉടമയ്ക്ക് കൈമാറി. സാമൂഹ്യദ്രോഹി ഈ കച്ചവട സ്ഥാപനം കത്തിച്ച് നശിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹം വലിയ രൂപത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്കുള്ള സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നത്. കാരണം വഴിയോരത്ത് കച്ചവടം ചെയ്യുന്ന തൊഴിലാളികളെ സംബന്ധിച്ച് അന്നന്നാൾ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ടാണ് അവരുടെ കുടുംബജീവിതം മുന്നോട്ട് പോകുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ കച്ചവട സ്ഥാപനം നശിപ്പിക്കപ്പെട്ടാൽ പിന്നീട് അവർക്ക് ഓരോ ദിവസം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സാമ്പത്തികം ഒരു പ്രധാന പ്രശ്നമാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായിട്ട് ഈ കച്ചവട സ്ഥാപനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി വളരെ പെട്ടെന്ന് തൊഴിലാളികളിൽ നിന്നെല്ലാം ഒരു ചെറിയ സംഖ്യ തിരിച്ച് അദ്ദേഹത്തിന് ഏൽപ്പിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ കച്ചവട സ്ഥാപനം പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ ഒരു ചെറിയ സംഖ്യയാണ് കൊടുത്തിട്ടുള്ളത്. CPM കുളപ്പുള്ളി LC സെക്രട്ടറി ജയപാലൻ, വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU ജില്ലാ ട്രഷറർ സുനിൽ, യൂണിയൻ ഷൊർണൂർ മുനിസിപ്പൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം ചെറുപ്പളശ്ശേരി റോഡ് നവീകരണത്തിലെ മന്ദഗതിക്കെതിരെ മുസ്ലിം ലീഗ്. റോഡ് നവീകരണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് ആനങ്ങാടി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രതിഷേധജ്വാല മഞ്ചൽ സമരം നടത്തി. പെരുമാറുന്ന ഭരണകൂട അനാസ്ഥക്കെതിരെ അതിശക്തമായ പ്രതിഷേധത്തിന്റെ തീജ്വാല തീർത്തുകൊണ്ട് മുസ്ലിം ലീഗിന്റെ കർമ്മ പോരാളികൾ നൂറുകണക്കിന് കർമ്മഭടന്മാർ ഈ വാഹനത്തിന് തൊട്ടു പിന്നിലായിക്കൊണ്ട് ഐതിഹാസികമായ മഞ്ചൽ സമരയാത്രയുമായി പനമണ്ണ അനങ്ങനടി പഞ്ചായത്ത് ഒറ്റപ്പാലം മുനിസിപ്പൽ അതിർത്തി പ്രദേശമായ പത്തായപ്പടിയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ ജ്വാല മഞ്ചൽ സമരം ഒറ്റപ്പാലം നഗരസഭാ കൗൺസിലറും മുസ്ലിം ലീഗ് ഒറ്റപ്പാലം മുനിസിപ്പൽ പ്രസിഡന്റുമായ PMA ജലീൽ ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ ജ്വാലയുടെ അകമ്പടിയോടെ പ്രതീകാത്മക മഞ്ചലും വഹിച്ചുകൊണ്ട് നൂറുകണക്കിന് പ്രവർത്തകർ പ്രകടനത്തിൽ പങ്കെടുത്തു.
തൃക്കടീരി അനങ്ങനടി പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ കീഴൂർ റോഡ് സെൻട്രൽ പ്രകടനം സമാപിച്ചു. സമാപന സമ്മേളനം മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗവുമായ PP അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ CPM അതിന്റെ പാർട്ടി കമ്മിറ്റി കൂടിയപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു ആശങ്കയുണ്ട്. ആദ്യം പാർട്ടി സെക്രട്ടറി പറഞ്ഞത് പരാജയം പിടിക്കും, കാരണങ്ങൾ പരിശോധിക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ ഒറ്റപ്പാലത്ത് നിന്ന് ചെർപ്പളശ്ശേരിയിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യന് CPM എന്തുകൊണ്ടാണ് തോറ്റുപോകുന്നത് എന്നതിനെ കുറിച്ച് വലിയ പഠനമൊന്നും നടത്തേണ്ടതില്ല. പക്ഷേ ഈ ഒറ്റപ്പാലം റോട്ടിലൂടെ സഞ്ചരിക്കാതെ മറ്റു മാർഗങ്ങൾ കണ്ടെത്തി ഒറ്റപ്പാലത്തേക്ക് സഞ്ചരിക്കുന്ന ജനപ്രതിനിധികൾ ഉണ്ടെങ്കിൽ, ചെർപ്പളശ്ശേരിയിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് ഇതുവഴി പോയാൽ പ്രയാസമാണ് എന്ന് തോന്നിയിട്ട് മറ്റു മാർഗങ്ങൾ കണ്ടെത്തിയിട്ട് ഒറ്റപ്പാലത്തേക്ക് സഞ്ചരിക്കുന്ന ജനപ്രതിനിധികൾ ഉണ്ടെങ്കിൽ അവർക്ക് കാരണം കണ്ടെത്താൻ പ്രയാസമാണ്. അവർക്ക് കാരണം കണ്ടെത്താൻ പെട്ടെന്ന് കഴിയില്ല. തിരുവാഴിയോട് വഴി പോകാം എന്ന് വിചാരിക്കുന്നവർക്ക് മൂളൂർ കയറിയിട്ട് കൈയാട് വഴി അങ്ങനെ വാണിയംകുളത്തേക്ക് കടന്നിട്ട് ഒറ്റപ്പാലത്തേക്ക് യാത്ര ചെയ്യാം എന്ന് കരുതുന്നവർക്ക് അതിൽ വലിയ പ്രയാസം ഉണ്ടാവില്ല. പക്ഷെ ഈ വഴി ഉപയോഗിക്കേണ്ടവർക്ക് ഇതൊരു വലിയ പ്രയാസമാണ്, വലിയ ബുദ്ധിമുട്ടാണ്. അവർക്കറിയാം എന്തുകൊണ്ടാണ് CPM തോൽക്കുന്നതെന്ന്, എന്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തോൽക്കുന്നതെന്ന്. പഠനം നടത്തി പരിഹാരമുണ്ടാകുമെന്നാണ് ഞങ്ങൾ കരുതിയത്. മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ്, നിയോജക മണ്ഡലം പഞ്ചായത്ത് തല നേതാക്കൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ നിയന്ത്രണം വിട്ട ടാങ്കർ ലോറി 5 വാഹനങ്ങളിൽ ഇടിച്ചു. ഡ്രൈവർ മദ്യപിച്ചാണ് വാഹനം ഓടിച്ചിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. വ്യാഴാഴ്ച രാത്രി 7:30 പെരിങ്ങോട്ടുകുറിശ്ശി ജംഗ്ഷനിൽ സഞ്ജീവനി ക്ലിനിക്കിന്റെ മുൻവശത്താണ് അപകടം. കോട്ടായി ഭാഗത്തു നിന്നും തിരുവില്ലാമല ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടാങ്കർ ലോറിയാണ് റോഡരികിൽ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്ന ഒരു കാറിലും 4 മോട്ടോർ സൈക്കിളിലും ഇടിച്ചു തകർത്തത്. തമിഴ്നാട് സ്വദേശിയായ ഡ്രൈവർ അമിതമായി മദ്യപിച്ചാണ് വാഹനം ഓടിച്ചതെന്നും പറയപ്പെടുന്നു. ഡ്രൈവറെ കോട്ടായി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വെള്ളിയാഴ്ച സർവീസ് ആരംഭിച്ച നാഗർകോവിൽ ബംഗളൂരു അമൃത് ഭാരത് എക്സ്പ്രസിന്റെ ശുചീകരണത്തിന് കൂടുതൽ സൗകര്യം ഷൊർണൂരിൽ. 320 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യുന്ന ട്രെയിൻ ഷൊർണൂരിൽ കൂടുതൽ നേരം നിർത്തിയിട്ടേക്കും. 22 കോച്ചുകളുള്ള ട്രെയിനിൽ 11 ജനറൽ കമ്പാർട്ട്മെന്റുകളും 8 സ്ലീപ്പറുകളുമാണുള്ളത്. നാഗർകോവിലിൽ നിന്ന് മംഗളൂരുവിലേക്കുള്ള ട്രെയിൻ ചൊവ്വാഴ്ചകളിൽ രാവിലെ 11:40 പുറപ്പെട്ട് ബുധനാഴ്ച രാവിലെ 5 മംഗളൂരുവിലെത്തും. തിരിച്ച് മംഗളൂരു ജംഗ്ഷനിൽ നിന്ന് രാവിലെ 8 പുറപ്പെട്ട് രാത്രി 10:05 നാഗർകോവിലെത്തും. തിരുവനന്തപുരം, കോട്ടയം, ഷൊർണൂർ വഴിയാണ് യാത്ര. ആകെ 19 സ്റ്റോപ്പുകളാണ് ട്രെയിനിനുള്ളത്. എന്നാൽ യാത്ര ആരംഭിക്കുന്നതും അവസാനിപ്പിക്കുന്ന സമയവും മാത്രമാണ് റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഓരോ സ്റ്റോപ്പുകളിലും നിൽക്കുന്ന സമയക്രമം റെയിൽവേ അടുത്ത ദിവസം പുറത്തുവിടും. ആഴ്ചയിൽ ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ മാത്രമാണ് സർവീസ് ഉള്ളത്. ട്രെയിനിന്റെ അറ്റകുറ്റപ്പണികൾക്കുള്ള ഷെഡ് നാഗർകോവിലാണ്. കോട്ടയം, ഷൊർണൂർ, കോഴിക്കോട് സ്റ്റേഷനുകളിലാണ് ശുചിമുറികളിലേക്ക് വെള്ളം നിറയ്ക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ബോഗികൾ ഉൾപ്പെടെ ട്രെയിൻ ശുചീകരിക്കാൻ ഷൊർണൂരിൽ മാത്രമാണ് സൗകര്യമുള്ളത്. ഈ ബോഗിയിൽ 2 പേർ വെച്ചാണ് ഷൊർണൂർ എത്തുമ്പോൾ ശുചീകരണ പ്രവൃത്തിയിൽ ഏർപ്പെടുക. 45-ലധികം തൊഴിലാളികളാണ് ഇതിനായി ഉണ്ടാകുക. ഇതുകൊണ്ട് തന്നെ ട്രെയിൻ മറ്റ് സ്റ്റേഷനുകളിൽ നിർത്തിയിടുന്നതിനേക്കാൾ കൂടുതൽ നേരം ഷൊർണൂരിൽ നിർത്തിയിടുമെന്നാണ് കണക്കുകൂട്ടൽ. 22 കോച്ചുകളുള്ള ട്രെയിനിൽ 11 ജനറലും 8 സ്ലീപ്പറുമാണുള്ളത്. രാവിലെ തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിന് അനുവദിച്ച ഈ 3 അമൃത് ഭാരത് ട്രെയിനുകളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ നെൽകൃഷിക്ക് ഓലകരിച്ചിൽ രോഗം വ്യാപകം. കർഷകർ ആശങ്കയിലാണ്. പക്ഷേ കഴിഞ്ഞ വിളയെടുക്കുമ്പോൾ ഞങ്ങളെല്ലാം 2-3 പ്രാവശ്യം രാസവളമൊക്കെ ഇട്ടിട്ട് വളരെ താല്പര്യത്തോടു കൂടി കൃഷി നന്നായിട്ട് വന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവസാന ഘട്ടത്തിൽ ഓലകരിച്ചിലും മഞ്ഞളുപ്പും ഒരു പഴുപ്പും എല്ലാം കൂടി വന്നിട്ട്, അതായത് ഇത്ര മേനി കിട്ടുക എന്നുള്ളൊരിതുണ്ടല്ലോ, ആ മേനി കണക്കാക്കാൻ പറ്റാതെ 100 ചാക്ക് നെല്ല് കിട്ടുന്ന ആൾക്ക് 20 ചാക്ക് നെല്ല് കിട്ടാൻ വഴിയില്ല എന്നൊരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പം അങ്ങനെ ആയിട്ട് അതങ്ങനെ പോയി ഉള്ളത് സപ്ലൈകോനൊക്കെ കൊടുത്ത് അത് ശരിയായിക്കൊണ്ടിരുന്നു ഇതായി. പക്ഷേ വീണ്ടും ഇപ്പം അത് വന്നിരിക്കുന്നു. വീണ്ടും ഈ പുകലിനും അത് അതിൻ്റെ തുടർന്നുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ വളം ഇട്ടതിന് ശേഷം അത് എന്താണ് മാറിയെന്നോ അല്ലെങ്കിൽ അത് വിട്ടുപോയി എന്നോ പറയാനറിയില്ല. കതിര് നിരക്കാറായ നെൽകൃഷിക്കാണ് ഓലകരിച്ചിൽ രോഗം വ്യാപകമായി കണ്ടത്. രോഗത്തിന് തുടക്കത്തിൽ തന്നെ ബ്ലീച്ചിംഗ് പൗഡർ തുണിയിൽ കെട്ടി വയലിലെ പല ഭാഗങ്ങളിലായി നിക്ഷേപിച്ചാൽ
രോഗം ഒരു പരിധിവരെ തടയാനാകുമെന്ന് പെരിങ്ങോട്ട് കൃഷി ഓഫീസർ അർച്ചന കർഷകരുടെ യോഗത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഓങ്ങല്ലൂർ 1 വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്നു. മരുതൂരിൽ നിലവിലുണ്ടായിരുന്ന സ്ഥലത്തു തന്നെയാണ് പുതിയ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നത്. 45 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. സ്മാർട്ട് വില്ലേജ് ഓഫീസ് പദ്ധതി പ്രകാരമാണ് ഓങ്ങല്ലൂർ 1 വില്ലേജ് ഓഫീസ് നവീകരിക്കുന്നത്. നിലവിൽ മരുതൂരിലാണ് വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ 2 വില്ലേജ് ഓഫീസുകളാണുള്ളത്. വാരണാകുഷിയിൽ പ്രവർത്തിക്കുന്ന ഓങ്ങല്ലൂർ 2 വില്ലേജ് ഓഫീസ് നേരത്തെ സ്മാർട്ട് വില്ലേജ് ഓഫീസാക്കി മാറ്റിയിരുന്നു. പഴയ കെട്ടിടം കാലപ്പഴക്കം ചെന്നതിനെ തുടർന്ന് പൊളിച്ചുമാറ്റിയാണ് മരുതൂരിൽ നിലവിലുള്ള സ്ഥലത്ത് തന്നെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. കൂടുതൽ സൗകര്യത്തോടുകൂടിയാണ് നിർമ്മാണം. പ്രവൃത്തികൾ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. 45 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഓങ്ങല്ലൂർ 1 വില്ലേജ് ഓഫീസ് സ്മാർട്ടാക്കുന്നത്. നിലവിൽ പരിമിതിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഓങ്ങല്ലൂർ 1 വില്ലേജ് ഓഫീസ് സ്മാർട്ട് ആകുന്നതോടെ പൊതുജനങ്ങൾക്ക് മികച്ച സേവനം നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. കെട്ടിട നിർമ്മാണം നടക്കുന്നതിനാൽ ഓഫീസിന്റെ പ്രവർത്തനം പോക്കുപടിയിലെ സ്വകാര്യ കെട്ടിടത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പട്ടാമ്പി മണ്ഡലത്തിൽ 9 വില്ലേജ് ഓഫീസുകളിൽ 7 വില്ലേജ് ഓഫീസുകൾ ഇതിനകം സ്മാർട്ട് വില്ലേജ് ഓഫീസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഓങ്ങല്ലൂർ 1 വില്ലേജ് ഓഫീസും പട്ടാമ്പി വില്ലേജ് ഓഫീസുമാണ് സ്മാർട്ടായി മാറാനുള്ളത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മുണ്ടകം കൃഷി കൊയ്ത്ത് കഴിഞ്ഞതോടെ ഇതര സംസ്ഥാനത്തുള്ള ചെമ്മരിയാട് കൂട്ടങ്ങൾ മേയാനായി നാട്ടിലേക്ക് എത്തി. ഇനി 3 മാസക്കാലം ആടുകൾക്ക് ഇവിടെ സ്വർഗവാസമാണ്. ആട് മേയ്ക്കാൻ എത്തുന്നവർക്ക് ദുരിതകാലവും. ചേലക്കരയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്ക്. 500ഓളം ആടുകളുമായിട്ടാണ് ചേലക്കര നാട്ടിൻ ചിറക്കുളത്തിന് സമീപമുള്ള വയലിൽ ആടുകൾ എത്തിയിരിക്കുന്നത്. ഇതിൽ വലിയ ആടുകൾ 300 എണ്ണവും ചെറിയ ആടുകൾ 200 എണ്ണവും അടങ്ങുന്നതാണ്. ഇതുകൂടാതെ നാടൻ ആടുകളുമുണ്ട്. പാടശേഖരങ്ങളിലെ കൃഷി കൊയ്ത്ത് കഴിഞ്ഞപ്പോൾ ആടുകൾക്ക് പുല്ലും മറ്റും കഴിക്കാൻ ഇവിടെ യഥേഷ്ടമുണ്ട്. ഇവരെ നോക്കുന്നത് കോയമ്പത്തൂർ സ്വദേശികളായ ജഗന്നാഥൻ, കാളിയപ്പൻ എന്നിവരാണ്. രാവിലെ 10 മണിക്ക് ആടുകളെ കൂട്ടിൽ നിന്നിറക്കും. തുടർന്ന് കൊയ്ത്തു കഴിഞ്ഞ എല്ലാ പാടശേഖരങ്ങളിലൂടെയും ഇവർ ആടുകളെ മേച്ച് സഞ്ചരിക്കും. ഇവർക്ക് കൂട്ടിനായി 5 വേട്ടപ്പട്ടികളുമുണ്ട്. ഇതുകൂടാതെ ഈ 500 ആടുകളെ നിയന്ത്രിക്കുന്നത് നാടൻ വിഭാഗത്തിൽപ്പെട്ട മണിയൻ എന്ന് പേരിട്ടുള്ള വലിയ മുട്ടനാടാണ്. ഇവനാണ് മുൻപന്തിയിൽ നടക്കുക. ഇവൻ നടന്നാലാണ് ബാക്കിയുള്ള ആടുകൾ പിന്നിൽ നടക്കുകയുള്ളൂ. ജോലിക്കാർ എത്ര ശ്രമിച്ച് ഇവരെ ആട്ടിയാലും ആട്ടിൻകൂട്ടങ്ങൾ മണിയൻ നടക്കുന്ന സ്ഥലത്തുകൂടെ മാത്രമേ പോവുകയുള്ളൂ. അതാണ് അവരുടെ ശൈലി. വൈകിട്ട് 5 മണിക്ക് ആട്ടിൻകൂട്ടങ്ങളെ പാടത്ത് തന്നെ ഉണ്ടാക്കിയ വലകളുടെ കൂടാരത്തിലാണ് താമസിപ്പിക്കുക. അതിന് കാവലായിട്ട് വേട്ടപ്പട്ടികളും. പൊള്ളുന്ന വെയിൽ കഴിഞ്ഞാൽ കടുത്ത തണുപ്പ് സഹിച്ച് ജോലിക്കാർ അവിടെ കിടക്കും. ഇനി ഇവർ ആടുകളുമായി ചേലക്കര, പഴയന്നൂർ, ആലത്തൂർ വരെയുള്ള പാടശേഖരങ്ങളിൽ ആടുകളെ മേയാനായി കൊണ്ടുപോകും. ഏപ്രിൽ അവസാനിക്കും വരെ ഇവർ നാട്ടിൽ തുടരും. മലയാളികൾ നല്ല സഹകരണമാണ് തങ്ങളോട് ഉള്ളതെന്ന് ജഗന്നാഥൻ പറഞ്ഞു. കോയമ്പത്തൂരിൽ പിന്നെ വന്നിട്ടപ്പോൾ 3 മാസം ഇരിക്കുമ്പോൾ പിന്നെ ഇരുന്നിട്ട് പിന്നെ അങ്ങനെ മാറി പോകും. പിന്നെ പാടൂർ വഴിക്ക് പോയിട്ട് പിന്നെ ആലത്തൂർ വഴിക്ക് പോയിട്ട് ഏപ്രിൽ മാസം തമിഴ്നാട് എത്തുന്നു. എவ்வளோ ஆடுகள் இருக்குது? ஆடு 500 எண்ணம் உண்டுங்க. முதலாளி வந்து ரங்கநாதன், சுரேஷ். പിന്നെ നാങ്ങളൊക്കെ പണിക്കാരനാണ്. ഒരു ദിവസത്തെ കൂലി 800. 2 ദിവസം 2 നേരം സാപ്പാട് അവർ തരുക. എങ്ങനെ കേരളത്തിലെ ആളുകൾ തന്നെ? അല്ല, നല്ല ആളുകൾ, നല്ല ഒന്നും പ്രശ്നം, നല്ല ആളുകൾ. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാണിയമ്പാറയിലെ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. വാണിയമ്പാറ കൊമ്പാഴയ്ക്ക് സമീപം ഇറങ്ങിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ദേശീയപാതയോട് ചേർന്ന പ്രദേശത്താണ് ആന ഇറങ്ങിയത്. മേഖലയിൽ വൈദ്യുതി വേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അറ്റകുറ്റപ്പണി നടത്താത്തതാണ് ജനവാസ മേഖലയിൽ ആന ഇറങ്ങാൻ ഇടയാക്കുന്നത്. ഞങ്ങളുടെ ഈ പ്രദേശത്ത് വീണ്ടും ഒരു കാട്ടാന ശല്യം വന്നു. ഒരു 5-6 വർഷം മുന്നിൽ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി. ആന പിന്നീട് ഇവിടെ വലിയ ശല്യം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വീണ്ടും കഴിഞ്ഞ രാത്രിയിൽ ഈ പ്രദേശത്തുള്ള മൊത്തം ഞങ്ങളുടെ വാഴകളും കവുങ്ങ്, തെങ്ങ് എല്ലാ സാധനങ്ങളും നശിപ്പിച്ചിരിക്കുന്നു. ഭീതിയോടെ ഞങ്ങളിവിടെ വസിക്കുന്നത്. ഞങ്ങളൊക്കെ പ്രായം ചെന്ന ആൾക്കാരാണ്. 70-70 വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നവർ. ഞങ്ങൾക്ക് ഓടാനോ ചാടാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ട് ഞങ്ങളുടെ അതിർത്തി കൂടെയുള്ള ഫോറസ്റ്റിൻ്റെ ഫെൻസിങ് എത്രയും വേഗം അത് വർക്ക് ചെയ്യുന്ന രീതിയിലാക്കി തരുവാനായിട്ട് വിനീതമായി ഞങ്ങൾ താല്പര്യപ്പെടുന്നു. അത് കണ്ടമാനം വാഴകളും തെങ്ങുകളും കവുങ്ങുകളും റബ്ബറുകളൊക്കെ നശിപ്പിച്ചിരിക്കുകയാണ്. അത് വലിയ രീതിയിലാണ്. പ്രത്യേകിച്ച് ഇവിടെ പ്രായം കൂടിയ ആൾക്കാർ തന്നെ താമസിക്കുന്ന പ്രദേശത്ത് വൻ രീതിയിൽ തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. അതിപ്പോൾ നമുക്ക് നിർദ്ദേശിക്കാനുള്ളത് ഫോറസ്റ്റ് അധികാരികളും വനാധികാരികളും ഒത്തുചേർന്നുകൊണ്ട് നിലവിലുള്ള ഫെൻസിങ് ശക്തിപ്പെടുത്തുക. ഈ ഭാഗത്തേക്ക് ആന ഇറങ്ങുന്ന മാർഗങ്ങൾ തടയുക എന്നുള്ളതാണ് ഏകമാർഗം. ഇത് വലിയ രീതിയിലാണ് ഞങ്ങൾ അവർക്ക് ഇതിൻ്റേതായിട്ടുള്ള നഷ്ടപരിഹാരങ്ങൾ ഇടപെട്ടുകൊണ്ട് പറ്റാവുന്ന നഷ്ടപരിഹാരം സഹായിച്ചുകൊണ്ടും അവർ അതുപോലെ നമ്മുടെ രീതി അകറ്റിക്കൊണ്ടും ഈ പ്രശ്നത്തിൽ ഇടപെടണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുത്തനൂർ യൂണിറ്റ് 34ാം വാർഷിക സമ്മേളനം ചേർന്നു.
KSSPU കുഴൽമന്ദം ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ KP ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് G ഭാർഗവി പതാക ഉയർത്തിയതോടെയാണ് KSSPU കുത്തന്നൂർ യൂണിറ്റ് 34ാം വാർഷിക സമ്മേളനത്തിന് തുടക്കമായത്. യൂണിയൻ കുഴൽമന്ദം ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ KP ബാലകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കുത്തന്നൂർ യൂണിറ്റിലെ മെമ്പർമാരായ NC അപ്പു, M ജയശ്രീ എന്നിവരെ ആദരിച്ചു. യൂണിറ്റ് സെക്രട്ടറി T വേലായുധൻകുട്ടി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. N കൃഷ്ണൻ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് G ഭാർഗവി അധ്യക്ഷയായി. B ഗോപാലൻ സ്വാഗതം പറഞ്ഞ സമ്മേളനത്തിൽ K രാധാദേവി സംഘടനാകാര്യങ്ങൾ സംസാരിച്ചു. V രവീന്ദ്രൻ, P ഹരിദാസൻ, N കൃഷ്ണൻ, C സരോജിനി തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. പ്രസിഡന്റ് M ജയശ്രീ, സെക്രട്ടറി T വേലായുധൻകുട്ടി, ഗജാഞ്ചി N കൃഷ്ണൻ എന്നിവരടങ്ങുന്ന ഭാരവാഹികളെയാണ് തെരഞ്ഞെടുത്ത. ന്യൂസ് ബ്യൂറോ കോട്ടായി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഴയ ലക്കിടി GSB സ്കൂളിലേക്ക് ലഭിച്ച സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനവും പെൺകുട്ടികൾക്കുള്ള സൈക്കിൾ വിതരണവും സ്കൂളിൽ നടന്നു. ബാങ്ക് റീജിയണൽ മാനേജർ സജീഷ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ CSR ആക്ടിവിറ്റി 2025-26 പദ്ധതിയുടെ ഭാഗമായാണ് പഴയലക്കിടി GSB സ്കൂളിലേക്ക് ലഭിച്ച സ്മാർട്ട് ക്ലാസ് റൂമിൻ്റെ ഉദ്ഘാടനവും 10 പെൺകുട്ടികൾക്കുള്ള സൗജന്യ സൈക്കിൾ വിതരണവും നടന്നത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ബാങ്ക് റീജിയണൽ മാനേജർ സജീഷ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ PTA പ്രസിഡന്റ് ഫൈസൽ അധ്യക്ഷനായി. ഹെഡ് മിസ്സസ് AR നിഷ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അബ്ദുൽ ഖാദർ, SBI ഉദ്യോഗസ്ഥരായ നിജേഷ്, ജയശങ്കർ, ശ്രീജിത്ത്, ജയരാജ്, SMC ചെയർമാൻ PC സലാം, മുൻ വാർഡ് മെമ്പർ സുഹറ, സീനിയർ അധ്യാപിക ഷീജ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. കൊണ്ടാഴി തൃത്തംതളി ശിവപാർവതി ക്ഷേത്രത്തിലെ നവീകരണ കലശവും മഹാകുംഭാഭിഷേകവും ജനുവരി 24 മുതൽ ഫെബ്രുവരി 1 വരെ നടക്കുമെന്ന് കൊണ്ടാഴിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്രം തന്ത്രി ദിവാകരൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. നമ്മൾ തൃത്തംതളി ക്ഷേത്രത്തിലെ നവീകരണ കലശവും കുംഭാഭിഷേകവും 24 തീയതി ജനുവരി 24 തീയതി വൈകുന്നേരത്ത് തുടങ്ങി 1 തീയതി ഉച്ചയോടുകൂടി അവസാനിക്കും. അതിനുശേഷം 5 തീയതി വൈകിട്ട് മുതൽ ഉത്സവം കൊടിയേറാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 15 തീയതി ശിവരാത്രി. അങ്ങനെയാണ് നമ്മളുടെ ഈ പരിപാടി ചാർട്ട് ചെയ്തിട്ടുള്ളത്. ക്ഷേത്രം ഒരു കാലത്ത് വലിയൊരു പ്രതാപത്തിലുണ്ടായിരുന്ന ക്ഷേത്രമാണെന്നാണ് പറയുന്നത്. അതിന് കൂടെ പല ഭാഗത്തും നോക്കിയാൽ അറിയാമായിരുന്നു. ഇവിടെ ആകെ ഒരു വിജനം പറമ്പായിരുന്നു. 2 ഭാഗം ഗായത്രിപ്പുഴ ഒക്കെ ആയിട്ടുള്ള ഒരു പഴയ കാലത്തെ സ്ഥിതി അതായിരുന്നു. ഞാൻ കാണുന്ന കാലത്തൊക്കെയാണ് ഇവിടെ പഴയ ഗർഭഗൃഹത്തിൻ്റെ മുകളിൽ തറ മുകളിൽ ഗർഭഗൃഹം മാത്രം ഒരു നിലയിൽ പണിതിട്ട് ചെറിയൊരു അമ്പലം ഒരു തറപ്പുള്ളിയിലായിരുന്നു. 52-ലാണ് അത് പണിതതെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ശേഷം പിന്നെ പ്രകാരം പരിപാടിയൊന്നും ഉണ്ടായില്ല. ഒരു ശാന്തിക്കാരൻ പൂജ ഉണ്ടായിരുന്നു. കൊച്ചിൻ ദിവസം കൊണ്ടായിരുന്നു അമ്പലം ഉണ്ടായിരുന്നത്. അത് രാജാക്കന്മാരുടെ ആയിരുന്നു. ആദ്യം ചോള രാജാക്കന്മാരുടെ കാലത്ത് ആണ് തുടങ്ങിയിട്ടുള്ളത്. 7-ാം നൂറ്റാണ്ടിൽ പരശുരാമ പ്രതിഷ്ഠയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അത്രയും കാലപ്പഴക്കങ്ങൾ, പിന്നെ കാലപ്പഴക്കങ്ങൾ കൊണ്ടും പ്രകൃതിക്ഷോഭം കൊണ്ടൊക്കെ നശിച്ചുപോയി എന്നാണ് പറയുന്നത്. ഇവിടെ ഈ ഏരിയയിൽ എവിടെ നോക്കിയാലും ഈ അമ്പലത്തിൻ്റെ അവശിഷ്ടങ്ങളും കല്ലുകളും കൊത്തുപണിയുള്ള കല്ലുകളൊക്കെ കാണാൻ പറ്റും. 75 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ശ്രീകോവിലുകളുടെ പുനരുദ്ധാരണവും മറ്റ് നവീകരണ പ്രവൃത്തികളും പൂർത്തിയാക്കിയത്. കലശ ചടങ്ങുകൾക്ക് ശേഷം ഫെബ്രുവരി 7-ന് കൊടിയേറി 15-ന് മഹാശിവരാത്രിയോടെ സമാപിക്കുന്ന ഉത്സവ ആഘോഷങ്ങളും വിപുലമായി നടക്കും. വിവിധ ദിവസങ്ങളിലായി അഷ്ടമംഗല്യ പ്രശ്ന പരിഹാരക്രിയകൾ, മഹാഗണപതി ഹോമം, തത്വഹോമം, ബ്രഹ്മകലശാഭിഷേകം തുടങ്ങിയ താന്ത്രിക ചടങ്ങുകൾ നടക്കും. നവീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യ രക്ഷാധികാരി K പ്രസാദ് ചന്ദ്രൻ, ഉപദേശക സമിതി പ്രസിഡന്റ് ജയപ്രകാശ്, നവീകരണ കലശ കമ്മിറ്റി പ്രസിഡന്റ് ഗംഗാധരൻ KP, കലശ കമ്മിറ്റി ട്രഷറർ KR വിജയകുമാർ, നവീകരണ കലശ കമ്മിറ്റി സെക്രട്ടറി പ്രകാശ് K, ജോയിന്റ് സെക്രട്ടറി ബാലൻ K നായർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി.
പ്രസിദ്ധമായ മുള്ളൂർക്കര വാഴക്കോട് ആണ്ട് നേർച്ച 8 ദിവസങ്ങളിലായി നടക്കും. ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് നേർച്ചാഘോഷത്തിന് കൊടിയേറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് ജാറം പരിപാലന കമ്മിറ്റി പ്രസിഡന്റ് MP കുഞ്ഞിക്കോയ തങ്ങൾ കൊടിയേറ്റം നിർവഹിക്കും. വാഴക്കോട് ഖത്തീബ് ഹംസ ബാഖവി സിയാറത്തിന് നേതൃത്വം നൽകും. 3 ദിവസത്തെ മൗലീദ് സദസ്സുകൾക്ക് ശേഷം ബുധനാഴ്ച വൈകിട്ട് 8 മണിക്ക് കുത്തൂബിയത്ത് വാർഷികത്തിന് EK മൂസ മുസ്ലിയാർ കാണിപ്പയ്യൂർ നേതൃത്വം നൽകും. വിവിധ മസ്ജിദുകളിലെ ഇമാമുമാർ പങ്കെടുക്കും. വ്യാഴാഴ്ച ആനക്കര കോയക്കുട്ടി ഉസ്താദ് നഗറിൽ നടക്കുന്ന ദിക്ർ വാർഷിക ദുആ സമ്മേളനത്തിന് SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ഇമ്പിച്ചിക്കോയ തങ്ങൾ നേതൃത്വം നൽകും. വെള്ളിയാഴ്ച പാണക്കാട് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നഗറിൽ നടക്കുന്ന മജ്ലിസുന്നൂർ വാർഷികത്തിന് ഉസ്താദ് മുസ്തഫ ബദ്രി, ഡോക്ടർ ബഷീർ അഹമ്മദ് ബുർഹാനി എന്നിവർ നേതൃത്വം നൽകും. ശനിയാഴ്ച രാവിലെ 9 മുതൽ ആറ്റൂർ ദാറുൽ ഫലാഹിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഖത്മുൽ ഖുർആൻ, അബ്ദുൾ റസാഖ് മുസ്ലിയാർ വെൺമേനാട് നേതൃത്വം നൽകുന്ന പ്രാർത്ഥനാ സംഗമം എന്നിവയുണ്ടാകും. ജാതിമത ഭേദമന്യേ ആയിരങ്ങൾ സംബന്ധിക്കുന്ന അന്നദാനത്തോടെ നേർച്ച സമാപിക്കുമെന്ന് ജാറം പരിപാലന കമ്മിറ്റി പ്രസിഡന്റ് സയ്യിദ് MP കുഞ്ഞിക്കോയ തങ്ങൾ അറിയിച്ചു. ഈ നാട്ടിലെ നാനാ വിഭാഗം ജാതിമത ഭേദമന്യേ മുഴുവൻ ആളുകളുടെയും ആശാകേന്ദ്രമായി എല്ലാവരുടെയും സാന്നിധ്യം അറിയിക്കുന്ന ജില്ലയിലെ തന്നെ പ്രസിദ്ധമായ വാഴക്കോട് ജാറത്തിൽ ആണ്ട് നേർച്ചയ്ക്ക് നാളെ ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് കൊടിയേറ്റത്തോടുകൂടെ തുടക്കം കുറിക്കുകയാണ്. നാളെ മുതൽ 31-ാം തീയതി വരെ വിവിധ മൗലിക സദസ്സുകൾ, അതുപോലെ തന്നെ കുത്തുബിയത്തിൻ്റെ വാർഷികം, ദിക്ർ വാർഷികം, മജ്ലിസുന്നൂർ വാർഷികം എല്ലാം കഴിഞ്ഞ് 31-ാം തീയതി ശനിയാഴ്ച രാവിലെ ഖത്മുൽ ഖുർആൻ പാരായണത്തോടുകൂടെ അബ്ദുൾ റസാഖ് ഉസ്താദിൻ്റെ ദുആ സമ്മേളനത്തോടുകൂടെ ആയിരങ്ങൾ സംബന്ധിക്കുന്ന അന്നദാനത്തോടുകൂടി നേർച്ച സമാപിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മാറ്റുലി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം മന്ത്രി VN വാസവന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നിയമസഭ സ്തംഭിപ്പിച്ചിരിക്കുന്നു. ശബരിമല വിഷയത്തിൽ മന്ത്രി രാജിവെക്കണമെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? മാറ്റിലേക്ക് ലഭിച്ച പ്രതികരണങ്ങൾ കാണാം. ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് SIT രൂപീകരിച്ച് അതിൻ്റെ അന്വേഷണം നടക്കുന്നത്. കുറ്റമറ്റ രീതിയിലാണ് അതിൻ്റെ അന്വേഷണങ്ങൾ നടക്കുന്നത്. ആദ്യം UDF വലിയ പാട്ടൊക്കെ സെറ്റ് ചെയ്തെങ്കിലും ഇപ്പോൾ പാട്ട് പാടാനായിട്ട് അവർ ധൈര്യപ്പെടുന്നില്ല. കാരണം ഇതിൻ്റെ കരുക്കൾ നീങ്ങുന്നത് മുഴുവൻ UDF നേതാക്കളിലേക്കാണ്. അതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഇന്നലെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് പോലും ചർച്ച ചെയ്യാൻ ഇത്തരം ഒരു വിഷയമെടുക്കാതെ ഞങ്ങൾക്കിതിലൊന്നും ചർച്ച ചെയ്യാനില്ല എന്ന് തോറ്റുപോകുന്ന ഒരു മുന്നണിയായിട്ട് അവസാനത്തെ നിയമസഭാ സമ്മേളനം ഇന്നലെ കാണുകയുണ്ടായി. ജനങ്ങൾക്ക് ഇക്കാര്യം മനസ്സിലാവുകയാണ്. ഇന്ന് പുതിയൊരു വിഷ്വൽ പുറത്തു വന്നിരിക്കുന്നത് നിരവധി തവണ അടൂർ പ്രകാശും UDFൻ്റെ കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശും നമ്മുടെ ഈ പോറ്റിയും തമ്മിൽ കേരളത്തിന് വെളിയിലും നിരവധി തവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഈ അന്വേഷണം ശരിയായ ദിശയിൽ പോകുന്നത് മനസ്സിലായപ്പോഴാണ് ഞങ്ങൾക്ക് ചർച്ച ചെയ്യേണ്ട എന്ന് പറഞ്ഞ് അവർ ഓടിപ്പോകുന്നത്. അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടലാണ്. ഇതിൻ്റെ പേരിൽ ഏത് വ്യക്തി ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അവരെ കൽത്തുറങ്കിലടയ്ക്കണം എന്നാണ് ഒരു സാധാരണ പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഒറ്റപ്പാലം സ്വദേശിനിയായ +1 വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ. കല്ലേക്കാട് വ്യാസവിദ്യാപീഠത്തിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സ്കൂൾ ഹോസ്റ്റലിൽ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തത് പോലീസിന്റെയും സ്കൂൾ മാനേജ്മെന്റിന്റെയും വീഴ്ച മൂലമെന്ന് കോൺഗ്രസ്. പാലക്കാട് നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് മാർച്ച്. മരിച്ച രുദ്ര രാജേഷിന് കണ്ണീരോടെ നാടിന്റെ യാത്രാമൊഴി. മന്ത്രി K കൃഷ്ണൻകുട്ടി വാഗ്ദാനം ചെയ്ത ആധുനിക നീന്തൽക്കുളവും മൈതാനവും യാഥാർത്ഥ്യമായില്ല. വാഗ്ദാന ലംഘനത്തിനെതിരെ ചിറ്റൂരിൽ KSUവിന്റെ നിരാഹാര സമരം 4ാം ദിനം പിന്നിട്ടു. കായിക രംഗത്ത് മികവ് പുലർത്തുന്ന ചിറ്റൂർ ഗവൺമെന്റ് കോളേജിന് മന്ത്രി നീന്തൽക്കുളവും മൈതാനവും വാഗ്ദാനം ചെയ്തത് 8 വർഷം മുമ്പ്. ദേശാടന കിളികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയായി ഒറ്റപ്പാലം മായനൂർ പാലത്തിന് സമീപം ഭാരതപ്പുഴയിലെ പുൽക്കാടുകളിൽ വീണ്ടും തീപിടുത്തം. ദേശാടന പക്ഷികൾ വിരുന്നെത്തി മുട്ടയിട്ട് അടയിരിക്കുന്നത് ഈ പുൽക്കാടുകളിൽ. വേനൽ ആരംഭത്തിൽ തന്നെ തീപിടുത്തം വ്യാപകമായ സാഹചര്യത്തിൽ ജാഗ്രതയോടെ അഗ്നിരക്ഷാസേന. ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റോഡ് നവീകരണത്തിലെ മന്ദഗതിക്കെതിരെ മുസ്ലിം ലീഗ്. അനങ്ങനടി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാലയും മഞ്ചൽ സമരവും.
യുദ്ധകാലാടിസ്ഥാനത്തിൽ റോഡ് നവീകരണം പൂർത്തിയാക്കി യാത്രാ ദുരിതം പരിഹരിക്കണമെന്ന് നേതാക്കൾ. ആശങ്കയായി ഓലകരിച്ചിൽ. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ ഏക്കർ കണക്കിന് നെൽകൃഷി നാശഭീഷണിയിൽ. രോഗം പടരുന്നത് തടയാനാകാതെ കർഷകർ. ഒറ്റപ്പാലം കയറമ്പാറയിൽ വീടിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് കവർച്ച. വയോധികയുടെ സ്വർണ്ണമാല കവർന്നു. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ നിയന്ത്രണം വിട്ട ടാങ്കർ ലോറി 5 വാഹനങ്ങൾ ഇടിച്ച് തകർത്തു. ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.